everyone, welcome to PsyQ Learning. So, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്നുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ പേപ്പറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ 2 ടോപ്പിക്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ എന്താണ് ന്യൂറോൺസിന്റെ ടൈപ്സ്, ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കടന്നു. അതേപോലെ ഫസ്റ്റ് നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ എന്താ പറയാ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ദെൻ നമ്മൾ ഇപ്പോ സെൻട്രൽ നെർവസ് സിസ്റ്റം സംസാരിച്ചു. അതിൽ ബ്രെയിനിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്രെയിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡെപ്ത് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ബ്രെയിൻ, അതിൽ സ്പൈനൽ കോഡും കൂടി ഉണ്ട്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ അത്ര തന്നെ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. സ്പൈനൽ കോഡ് ഭയങ്കര ഈസി ടു ക്യാച്ച് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ സ്പൈനൽ കോഡാണ് ഇന്ന് എടുക്കുന്നത്. സോ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നമ്മുടെ മെഡുല അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റമിന്റെ ഭാഗത്ത് നിന്ന് ലോവർ ബാക്കിലേക്ക് വരുന്ന ആ തിൻ ട്യൂബുലർ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് സെഗ്മെന്റഡ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സെഗ്മെന്റ്സ് ഈ സ്പൈനൽ കോഡിലുണ്ട്. അതിൽ ഓരോ സെഗ്മെന്റ്സിലും ഈ സൈഡില് ഒരു സെൻസറി ന്യൂറോണും ഉണ്ടായിരിക്കും, ഒരു മോട്ടോർ നെർവും ഉണ്ടായിരിക്കും. ഓക്കെ, സെൻസറി നെർവ് ആൻഡ് മോട്ടോർ നെർവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സെൻസറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ബാക്കിയുള്ള ബോഡി പാർട്സ് എന്നുള്ള ഇൻഫോർമേഷൻസിന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന നെർവ്സ് ആണ് സെൻസറി നെർവ്. ആൻഡ് മോട്ടോർ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ഇൻഫോർമേഷനെ ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് മോട്ടോർ നെർവ് എന്ന് പറയുന്നത്. Externally, the spinal cord is protected by 26 bones called vertebrae, which are sandwiched between cartilage disc to cushion the cord from any jarring caused by bodily movement. അതായത് നമ്മുടെ ഈ സ്പൈനൽ കോഡ് എന്നിപ്പോ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് 26 ബോൺസ്, അതിനെയാണ് നമ്മൾ വെർട്ടിബ്രേ എന്ന് പറയും. 26 ബോൺസ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ 26 ബോൺസ് എന്ന് പറയുന്നത് കാർട്ടിലേജിന് സാൻഡ്വിച്ച്ഡ് ആയിട്ടുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത്. ഈ 26 ബോൺസ് കാർട്ടിലേജിന്റെ ഉള്ളിലാണ് ഈ 26 ബോൺസ് ഇരിക്കുന്നത്. ആ 26 ബോൺസ് ആയിട്ടുള്ള വെർട്ടിബ്രേ ആണ് സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ബോഡിലി മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന്, എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നിട്ടൊക്കെ നമ്മുടെ സ്പൈനൽ കോഡിനെ രക്ഷിക്കുന്നത് വെർട്ടിബ്രേ ആണ്. ഓക്കെ, ഈ ബ്രെയിൻ പോലെ തന്നെ നമ്മള് സ്പൈനൽ കോഡിലും 3 ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് ഉണ്ട്. നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടക്കത്തില്. ഡ്യൂറാ മാറ്റർ, അർക്കനോയിഡ് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടക്കത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 3 ലെയേഴ്സ് ഏതാണ് എന്നുള്ളത്. ദെൻ ഈ സ്പൈനൽ കോഡില് 2 rows ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട്. 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് സ്പൈനൽ കോഡിലുള്ളത്. 2 rows of spinal nerves emerge on either side of the cord through the bony ridges of the vertebrae. വെർട്ടിബ്രയിലൂടെ കടന്നു പോകുന്ന നെർവ്സ് 31 pairs of spinal nerves സ്പൈനൽ കോഡിലുണ്ട്. If the spinal cord is cut at a given segment, the brain loses sensation from that segment and below. The brain also loses motor control over all parts of the body served by the segment and the lobe ones. അതായത് ഒരു സെഗ്മെന്റിൽ വെച്ചിട്ട് അവിടെ ആ സ്പൈനൽ കോഡ് ആ സെഗ്മെന്റ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ആ സെഗ്മെന്റിലുള്ള സെൻസേഷൻസും അതേപോലെ തന്നെ അതിന് താഴെയുള്ള എല്ലാ സെൻസേഷൻസും ബ്രെയിൻ ലൂസ് ചെയ്യും. അതാണ് സ്പൈനൽ കോഡിന്റെ ഇഞ്ചുറി സംഭവിച്ചാൽ പറയുന്നത്. ബ്രെയിൻ ആൾസോ ലോസസ് മോട്ടോർ കൺട്രോൾ ഓവർ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അതായത് സെൻസറി ഇൻഫോർമേഷൻസ് വരുന്നതും അതേപോലെ തന്നെ മോട്ടോർ കൺട്രോളും എല്ലാം അവിടെ എന്ത് ചെയ്യും, അവിടെ ലോസ് ആവും. ആ ഒരു സെഗ്മെന്റ് ബ്രേക്ക് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ സെഗ്മെന്റിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പൈനൽ കോഡ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറയുമ്പോൾ സ്പൈനൽ കോഡിൽ 2 മാറ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ബോഡി, ന്യൂറോൺസ് സെൽ ബോഡി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള
ഒരു ലെയർ ആണ്. ഇത് സ്പൈനൽ കോഡിലേക്ക് വരുമ്പോൾ ഗ്രേ മാറ്റർ ഉള്ളിലും വൈറ്റ് മാറ്റർ പുറത്തുമാണ്. ബ്രെയിനിലേക്ക് വരുമ്പോൾ വൈറ്റ് മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ ഉള്ളിലും ഗ്രേ മാറ്റർ പുറത്തും എന്നുള്ളതാണ്. സ്പൈനൽ കോഡിൽ നേരെ തിരിച്ചാണ്. ഈ ഗ്രേ മാറ്റർ ആണ് ഇൻഫോർമേഷൻസ് പ്രോസസ്സിങ്ങിനും അതേപോലെ റിഫ്ലക്സ് റെസ്പോൺസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ തട്ടുമ്പോൾ കണ്ണ് മാറ്റാനും ചിമ്മാനും ഒക്കെ പറ്റുന്ന നമ്മുടെ കഴിവിനെയാണ് നമ്മൾ റിഫ്ലക്സ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. സോ അതിനൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് ഗ്രേ മാറ്റർ ആണ്. അതേപോലെ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേ മാറ്ററിന്റെ പുറത്തേക്ക് വരുന്നതാണ് സ്പൈനൽ കോഡിൽ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ആക്സോൺസ് ആയിട്ട് ബിൽഡ് ചെയ്ത് മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ്, അതായത് ആക്സോൺസ് വെച്ച് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ലെയർ ആണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ദിസ് forms a pathways for communication between different parts of nervous system. Nervous systemത്തിന്റെ ഡിഫറെന്റ് പാർട്സിനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള പാത്ത് ഫോം ചെയ്യാനായിട്ടാണ് വൈറ്റ് മാറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദർ ആർ 2 സ്ട്രക്ചേഴ്സ് ഓഫ് മാറ്റേഴ്സ് അല്ലെങ്കിൽ 2 ലെയേഴ്സ് ഓഫ് മാറ്റർ എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് അതിന്റെ 2 ലെയേഴ്സ്. സോ നെക്സ്റ്റ് നമ്മൾ പോകുമ്പോൾ ഈ സ്പൈനൽ കോഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ബെൽ മെജന്റി ലോ, അങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുക, ബെൽ മെജന്റി ലോ, ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ. അതായത് അക്കോർഡിംഗ് ടു ബെൽ മെജന്റി ലോ വിച്ച് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഡിസ്കവറീസ് അബൌട്ട് ദ ഫങ്ഷൻസ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഡിസ്കവറി ആണ് ബെൽ മെജന്റി ലോ എന്ന് പറയുന്നത്. ബെൽ മെജന്റി ലോ എന്ന് പറയുന്നത് ദ എൻട്രിംഗ് ഡോർസൽ റൂട്ട്സ് ക്യാരി സെൻസറി ഇൻഫർമേഷൻസ് ആൻഡ് ദ എക്സിറ്റിംഗ് വെൻട്രൽ റൂട്ട്സ് ക്യാരി മോട്ടോർ ഇൻഫർമേഷൻസ്. അതായത് 2 റൂട്ട്സ് ഉണ്ടെന്നാണ് മെയിൻലി ഇവർ പറയുന്നത്. ഈ ബെൽ മെജന്റി ലോ പറയുന്നത് സ്പൈനൽ കോഡിൽ 2 റൂട്ട്സ് ഉണ്ട്. 2 റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ചസ് ഓഫ് സ്പൈനൽ നെർവ്സ് ദാറ്റ് കണക്ട്സ് ടു സ്പൈനൽ കോഡ്. സ്പൈനൽ നെർവ്സ് നമ്മൾ 31 പെയർ ഓഫ് സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞു. അതിന്റെ ബ്രാഞ്ചസ് ആണ് ഈ റൂട്ട്സ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ ഈ റൂട്ട്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 2 മേജർ റൂട്ട്സ് ആണത്, ഡോഴ്സൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഈ ഡോഴ്സൽ എന്ന വാക്ക് തന്നെ നമ്മൾ ഈ ഫിസിയോളജിയിലൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. ഡോഴ്സൽ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ പോസ്റ്റീരിയർ എന്നാണ്. വെൻട്രൽ എന്ന് പറഞ്ഞാൽ ആന്റീരിയർ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. സോ ഡോഴ്സൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ posterior sensory root is a branch of nerve that enters through the dorsal side of the spinal cord. It contains sensory nerve fibers transmitting nerve impulses from peripheral region to spinal cord. അതായത് ഈ സ്പൈനൽ കോഡിന്റെ ബാക്ക് ഓഫ് ദ പോർഷനിലാണ് വരുന്നത്. ഈ ബാക്ക് ഓഫ് ദ പോർഷനിൽ ബാക്ക് കൂടെ കയറുന്ന ഈ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബോഡി പാർട്സ് എന്നുള്ള ഇൻഫോർമേഷൻസിനെ സ്പൈനൽ കോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഡോഴ്സൽ റൂട്ട്. വെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റീരിയർ ആയിട്ടുള്ളതാണ്. അത് പിക്ചർ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആന്റീരിയർ ആയിട്ടുള്ള പാർട്സിനെയാണ് നമ്മൾ വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. ഈ വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് സ്പൈനൽ കോഡ് എന്നുള്ള ഇൻഫോർമേഷൻസിന്റെ ബാക്കിയുള്ള റീജിയൻസിലേക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു ആന്റീരിയർ റൂട്ടിന്റെ പ്രത്യേകത. അതായത് ഡോഴ്സൽ റൂട്ട് എന്ന് പറയുന്നത് സെൻസറി റൂട്ടാണ് ആൻഡ് വെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞ മോട്ടോർ റൂട്ടാണ്. ഈ മോട്ടോർ നെർവ് സെൻസറി നെർവ്സ് നമ്മൾ വേറൊരു പേരും കൂടി പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് എഫറന്റ് ആൻഡ് ഇഫറന്റ്. അപ്പൊ എഫറന്റ് റൂട്ടാണ് ഡോഴ്സൽ, അതായത് സെൻസറി നെർവ്, ആൻഡ് വെൻട്രൽ റൂട്ടാണ് ഇഫറന്റ് എന്ന് പറയുന്നത്. സോ it contains motor nerve axons transmitting nerve impulses from the spinal cord to skeletal muscle. Spinal cord നിന്നും skeletal muscle-ലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് വെൻട്രൽ റൂട്ടിന്റെ പ്രത്യേകത. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്പൈനൽ കോഡ് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇതിൽ ബാക്കിൽ കൂടെ കയറുന്ന ആ റൂട്ടിനെയാണ് നമ്മളിത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡോഴ്സൽ റൂട്ട് എന്ന് പറയുന്നത്. ഇത് ബാക്കിയുള്ള ബോഡി പാർട്സ് എന്നുള്ള ഇൻഫോർമേഷൻസിനെ സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡോഴ്സൽ റൂട്ടിന്റെ ജോലി എന്ന് പറയുന്നത്. ദെൻ വെൻട്രൽ റൂട്ട് പറയുന്നത് ആന്റീരിയർ പാർട്ടിൽ നിന്നുള്ളതാണ്. അതായത് ഈ നമ്മുടെ ഈ സ്പൈനൽ കോഡിലുള്ള ഇൻഫോർമേഷൻ സ്കെലറ്റൽ മസിലിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് വെൻട്രൽ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗ്രേ മാറ്റർ ഉള്ളിലുള്ളതാണ് ഗ്രേ മാറ്റർ, അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നതാണ് വൈറ്റ് മാറ്റർ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ പിക്ചർ വെച്ച് പഠിച്ച് നമുക്ക് വേഗം ആ ഒരു കൺസെപ്റ്റ് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഡോഴ്സൽ വെൻട്രൽ എന്നുള്ള ആ ഒരു വേർഡിന്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് കംപ്ലീറ്റ്ലി എക്സാമിന് വരുമ്പോൾ എഴുതാനായിട്ട് പറ്റും. സോ അതാണ് ഈ ഒരു ബെൽ മെജന്റി ലോ.
അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് സ്പൈനൽ കോഡ്, അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. 26 ബോൺസ് ഉള്ള വെർട്ടിബ്രയിലാണ് അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ്, അതിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് സൈഡിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സെഗ്മെന്റ്സ് ഉണ്ട്. ആ സെഗ്മെന്റിൽ ഒരു കട്ട് അല്ലെങ്കിൽ ആ സെഗ്മെന്റിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞു. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്ററിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ബെൽ മെജന്റി ലോനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെഗ്മെന്റ്സ് ഓഫ് സ്പൈനൽ കോഡ്. നമ്മൾ പറഞ്ഞു സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഒരുപാട് സെഗ്മെന്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ സെഗ്മെന്റ്സിൽ പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മളെ സ്പൈനൽ കോഡിൽ ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. ആ ഓരോ സെഗ്മെന്റ്സിലും ഒരുപാട് പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ഫോം ചെയ്യുന്നുണ്ട്. It's segmented into 31 pairs of spinal nerves. 31 pairs of spinal nerves ആണ് ഉള്ളത്. Each of which corresponds to a specific region of the body. നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടിലാണ് ഓരോ സ്പൈനൽ നെർവ്, അതിന് ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ് ഉള്ളത്. സോ നമുക്ക് അത് നോക്കാം, ഏതാണ് ആ ഒരു 31 pairs of spinal nerves എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് cervical spinal nerve ആണ്. 8 പെയറാണ് സെർവിക്കൽ സ്പൈനൽ നെർവ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെർവിക്കൽ സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് 8 പെയർസ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നെക്ക് റീജിയൻ. ദിസ് നെർവ്സ് കൺട്രോൾ ഫങ്ഷൻസ് ഓഫ് ദ ഹെഡ്, നെക്ക്, ഷോൾഡേഴ്സ്, ആംസ് ആൻഡ് ഹാൻഡ്സ്. അതായത് നമ്മുടെ നെക്ക് റീജിയനിലാണ് ഇത് വരുന്നത്. ഈ നെക്ക് റീജിയന് ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹെഡിനെ, അതേപോലെ തന്നെ നമ്മുടെ നെക്കിനെ, ഷോൾഡേഴ്സിനെ, ഹാൻഡ്സിനെ, ദെൻ ആംസ്. ഇങ്ങനെയാണ് നമ്മുടെ സെർവിക്കൽ സ്പൈൻ നെർവ്സ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. 8 പെയർസ് ഓഫ് സെർവിക്കൽ സ്പൈൻ നെർവ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് thoracic സ്പൈൻ നെർവ്സ്, അത് 12 പെയർസ് ആണ് ഉള്ളത്. നമ്മൾ സെർവിക്കലിനെ C1, C2, C3 അങ്ങനെയാണ് ഇതാക്കുക. അത് C1 to C8 വരെ ഉണ്ട്. ദെൻ thoracic 12 പെയർസ്. These nerves are in your upper body that extend to your chest, upper back and abdomen. അതായത് ഇത് നമ്മുടെ അപ്പർ ബോഡിയിൽ കാണുന്ന സ്പൈൻ നെർവ്സ് ആണ്. ഇത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തിലേക്കും അതേപോലെ അപ്പർ ബാക്കിലേക്കും അബ്ഡോമനിലേക്കാണ് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളത്. T1 to T12 വരെയാണ് ഇതിന്റെ പെയർസ് വരുന്നത്. ഇതിന്റെ മേജർ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ്, പോസ്ചർ, അതേപോലെ ഓട്ടോണോമിക് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസ്, അതേപോലെ നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. പോസ്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് thoracic സ്പൈൻ നെർവ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ സെൻഡിങ് സിഗ്നൽസ് ടു മസിൽ, സ്കിൻസ് ആൻഡ് ഓർഗൻസ്. മസിൽ, സ്കിൻ, ഓർഗനിലേക്കൊക്കെ ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലംബാർ സ്പൈനൽ നെർവ്സ് ആണ്. ലംബാർ സ്പൈനൽ നെർവ്സ് അത് 5 പേരാണുള്ളത്. L1 to L5. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതായത് ഇപ്പം ഈ വീട്ടിലൊക്കെ ആർക്കെങ്കിലും സ്പൈൻ ഇഞ്ചുറി, സ്പൈനൽ കോഡിൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്റേയിലൊക്കെ ഉണ്ടായിരിക്കും ഏത് ഭാഗത്താണ് L1, L2ലാണ് ഇഞ്ചുറി, C1, C2ലാണ് ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണാൻ പറ്റും. അതാണ് സംഭവം. സോ L1, L2, L3, L5 വരെയാണ് ലംബാർ സ്പൈൻ നെർവ്സ് ഉള്ളത്. ഇത് ലോവർ ബാക്ക് അവിടുന്ന് നേരെ ലെഗ്സിലേക്കും ഫീറ്റിലേക്കും പോകുന്നതാണ് ലംബാർ നെർവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഡയഗ്രാം വരുന്നുണ്ട്, ഡയഗ്രാം വരുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. ഇറ്റ് സപ്പോർട്ട്സ് അപ്പർ ബോഡി വെയിറ്റ്, അലോ ഫോർ ഡൈവേഴ്സ് മൂവ്മെന്റ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മൾ കാല് മടക്കുക, മുട്ട് മടക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്നത് ലംബാർ സ്പൈൻ നെർവ്സ് ആണ്. അത് നമ്മുടെ ലോവർ ബാക്കിലേക്കും, അടുത്ത് നമ്മൾ തൊറാസിക് അപ്പർ ബാക്കാണ് പറയുന്നത്, ഇനി ലോവർ ബാക്കിലേക്കും അതിന് താഴത്തോട്ട് ലെഗിലേക്കും ഫീറ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന നെർവ്സ് ആണ് ലംബാർ നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സാക്രൽ നെർവ്സ്. സാക്രൽ 5 പെയർസ് ആയിട്ടുള്ള സാക്രൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these nerves in the lower back extending into the pelvis, നമ്മുടെ പെൽവിസ് ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ലോവർ ബാക്കിൽ നിന്ന് പെൽവിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന 5 പെയർസ് ഓഫ് S1 to S5, 5 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സിനെയാണ് നമ്മൾ സാക്രിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാക്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ബാലൻസ്, വാക്കിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ഓർഗൻസ് ലൈക്ക് ദ ബ്ലാഡർ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. പെൽവിസിന്റെ അടുത്തേക്കാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബ്ലാഡറിനെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും
നമ്മുടെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വാക്കിങ്ങിനും ഒക്കെയാണ് മെയിൻലി സാക്രൽ ആയിട്ട് സ്പൈൻ നെർവ്സ് ഉള്ളത്. നെക്സ്റ്റ് കൊക്കിഗിയൽ. കൊക്കിഗിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പേരേ ഉള്ളൂ. ടെയിൽ ബോണിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ. ടെയിൽ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി താഴത്തേക്ക് വരുന്ന ആ ഒരു കാണിച്ചു തരാം. It provides crucial support and attachment for pelvic floor muscles, ligaments, tendon. നമ്മുടെ ലിഗമെന്റ്സിന്, ടെൻഡൻസിന്, അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസ്, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യലാണ് കോക്കിഗിയൽ പെയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ അതിന്റെ അനാട്ടമിയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക് ഓഫ് ദ നെക്കിൽ വരുന്ന ഈ 7 പെയേഴ്സിനെയാണ് നമ്മൾ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്താണ് സെർവിക്കൽ സ്പൈൻ. ഇത് നമ്മുടെ ബാക്ക് നെക്കിന്റെ ഭാഗത്ത് വരുന്നതാണ്. നമ്മുടെ ഹെഡ്, നമ്മുടെ ഷോൾഡറിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്പൈനാണ് സെർവിക്കൽ സ്പൈൻ. ദെൻ വരുന്ന 12 പെയേഴ്സ് ഓഫ് സ്പൈൻ ആണ് തൊറാസിക് സ്പൈൻ. ഇത് നമ്മുടെ ബാക്കത്തെ നടുക്കത്തെ ഭാഗമാണ്. സോ അത് ചെസ്റ്റിലേക്കും അബ്ഡോമനിലേക്കും അതേപോലെ തന്നെ നമ്മുടെ അപ്പർ ബാക്കിലേക്കുമാണ് അതിന്റെ പ്രൊട്ടക്ഷൻ പോകുന്നത്. അപ്പൊ ചെസ്റ്റിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് ബ്രീത്തിങ്ങിനെയും അതേപോലെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനൊക്കെ സഹായിക്കുന്നത് തൊറാസിക് സ്പൈൻ ആണ്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ ലംബാർ സ്പൈൻ ഉണ്ട്. ലംബാർ സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ബാക്ക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ കാലിലേക്കും ഫീറ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പെയർ ഓഫ് 5 പെയേഴ്സ് ഓഫ് സ്പൈൻ ആണ് ലംബാർ സ്പൈൻ എന്ന് പറയുന്നത്. ഈ ലംബാർ സ്പൈൻ എന്ന് പറയുന്നത് നമ്മുടെ കാലുമുട്ട് മടക്കുക അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ലംബാർ സ്പൈൻ ആണ്. ദെൻ സേക്രം. സാക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെൽവിസിനെ സഹായിക്കുന്ന, പെൽവിസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സാക്രം. ആൻഡ് കോക്കിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോക്കിഗിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഡൻ, ലിഗമെന്റ്സ് ഒക്കെ ഇതാക്കുന്ന ഈ ഇത്രയും ലോവർ ആയിട്ടുള്ള ഈ ടെയിൽ ബോൺ ഭാഗത്തുള്ളതിനെയാണ് നമ്മൾ കോക്കിയക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഓരോന്നിൻ്റെതായിട്ടുള്ള, ഇത് ഡീപ്ലി ഇനിയും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് C1, C2, C3 ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ അത്ര ഡീപ്പായിട്ട് ഇതിൽ പോയിട്ടില്ല. അതൊരു PG ലെവലിലൊക്കെയാണ് നമ്മൾ അത്രയും ഡീപ്പിൽ പോവുക. ഓരോ C1, C2, C3, C4 ഓരോ സ്പൈനിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ കളക്റ്റീവ്ലി പറഞ്ഞതാണ്. സോ ഇതാണ് അതിന്റെ ഒരു അനാട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിങ്ങനെ ആലോചിച്ച് വെച്ചാൽ, ഇത് ഈ ഒരു ഡയഗ്രാം ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം പഠിക്കാൻ പറ്റും. കാരണം സെർവിക്കൽ എന്ന് പറയുമ്പോൾ നെക്ക് ഭാഗം. സോ നെക്കിന്റെ ഈ പോർഷനിൽ നിന്ന് നമ്മുടെ കൈയുടെ ഈ ഭാഗത്തേക്ക് വരുന്ന അപ്പർ ഭാഗത്തിനൊക്കെ സെർവിക്കൽ ആണ്. തൊറാസിക് എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ നടുക്ക് ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് ഏരിയാസ്, അതേപോലെ നമ്മുടെ അബ്ഡോമനെയും നമ്മുടെ അപ്പർ ബാക്കിനെയും സഹായിക്കുന്നു. അതിന് തൊട്ട് താഴെ വരുമ്പോൾ ലംബാറിലേക്ക് വരുമ്പോൾ അത് ലോവർ ബാക്കിലേക്ക് ആണ് സഹായിക്കുന്നത്. ദെൻ അതിന് താഴെ വരുമ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏരിയയുടെ അടുത്തായിട്ടാണ് അതിന് വരുന്നത്. സോ അതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ഏരിയയിലേക്കൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. ലാസ്റ്റ് കോക്കിയക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള ടെൻഡൻസ്, ലിഗമെന്റ്സിനൊക്കെയാണ് സഹായിക്കുന്നത്. ഈ ഒരു നമ്മുടെ ഡയഗ്രാം വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ആ ഒരു അതിൻ്റെ ഒരു ഹൈറാർക്കി വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിന്റെ അനാട്ടമി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. ഇതാണ് ലാസ്റ്റ് ഇതിൽ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. സ്പൈനൽ കോഡ് ഒരു ചെറുതെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ബ്രെയിനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ടോപ്പിക് കുറച്ച് ചെറുതാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ഫങ്ഷൻ, നമ്മളിപ്പോ കുറെ നെർവ്സിന്റെ അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് സ്പൈനൽ കോഡിനെ പറഞ്ഞു. അത് തന്നെയാണ് സ്പൈനൽ കോഡിന്റെ ഫങ്ഷൻ. പക്ഷെ സ്പെസിഫിക്കലി സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നുള്ളൂ. It is a communication highway that sends instructions from the brain to other region of the body, including training muscles that come and നമ്മൾ ഇത്രയും നേരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസിനെ ബാക്കിയുള്ള ബോഡി മസിൽസിലേക്ക് കൊടുക്കുന്നത്, ബോഡി റീജിയൻസിലേക്ക് കൊടുക്കുന്നതാണ് സ്പൈനൽ കോഡിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇറ്റ് ആൾസോ റിലൈസ് സെൻസറി ഇൻഫോർമേഷൻസ് ടു ദ ബ്രെയിൻ. When you touch anything, for example, nerves translate the sensation and send it to the brain. Sensory informations as well as brain കൊടുക്കുന്നത് സ്പൈനൽ കോഡാണ്. അപ്പൊ നമ്മളൊരു കാര്യത്തിന് തൊട്ടു അല്ലെങ്കിൽ ഒരു സാധനം തൊട്ടു എന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ നെർവ്സ് എന്ന് പറയുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് അതിന്റെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും. സോ അതും കൂടി സ്പൈനൽ കോഡിന്റെ
ഒരു ഫംഗ്ഷനാണ്. പിന്നെ മെയിൻ ആയിട്ട് സ്പൈനൽ കോഡിന്റെ ഒരു ഫംഗ്ഷൻ ആണ് റിഫ്ലെക്സീവ് ആക്ഷൻസ്. റിഫ്ലെക്സീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം പെട്ടെന്ന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തീയില് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കൈയെടുക്കും. അതേപോലെ കണ്ണിലെ പെട്ടെന്ന് ഈച്ച വന്നിട്ട് നമ്മൾ പെട്ടെന്ന് കണ്ണ് അടച്ച് കണ്ണ് മാറ്റും. സോ അങ്ങനത്തെ ആ റിഫ്ലെക്സീവ് ആയിട്ടുള്ള ഇൻവോളണ്ടറി ആയിട്ട് നമുക്ക് ചിന്തിക്കാതെ അങ്ങനെ ചെയ്യുന്ന മിനിറ്റുകൾക്ക് ചെയ്യുന്ന ആ ഒരു ആക്ഷനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് റെഗുലേറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പൈനൽ കോഡിന്റെ ഒരു ഫംഗ്ഷൻ ആണ് റിഫ്ലെക്സ് ആക്ഷൻ. സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ്ലി നമ്മൾ എഴുതേണ്ട ഒരു കാര്യമാണ് റിഫ്ലെക്സ് ആക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അപ്പൊ എന്താണ് റിഫ്ലെക്സ്? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ലൈക്ക് നമുക്കൊരു പെട്ടെന്ന് അത് നമുക്ക് നമ്മൾ തീര് തൊടുന്ന സമയത്ത് നമ്മുടെ കൈ നമ്മൾ പുറകോട്ട് വലിക്കുന്നതും ഒക്കെ അത് റിഫ്ലെക്സ് ആക്ഷന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ദിസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. സോ നമ്മൾ ഇന്ന് ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. സ്പൈനൽ കോഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ സ്പൈനൽ കോഡിനെ കുറിച്ചൊരു ബേസിക് ഐഡിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, ദെൻ ബെൽ മെജൻറ്റി ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് അന്ന് ഒരിക്കലും മറക്കാൻ പാടില്ല. ദെൻ നമ്മൾ സെഗ്മെന്റ്സ്, അതായത് ഓരോ സ്പൈൻ നെർവ്സും എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഏതൊക്കെ ബോഡി പാർട്സിലേക്കാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എന്നും കൂടി പറഞ്ഞു. ദെൻ നമ്മൾ ഫംഗ്ഷൻസും പഠിച്ചു. സോ ഇതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ബ്രെയിൻ, നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പ്ലെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ മാത്രമല്ല എഴുതി വെക്കുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സ്പൈനൽ കോഡും ബ്രെയിനും കൂടി ചേർന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. രണ്ടും എഴുതി വെക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ ന്യൂറോൺസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.